നമുക്ക് ഒരു ഫയർഫോഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പാറ ഇളകി വീഴുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഹിറ്റാച്ചി ഉപയോഗിച്ച് നമ്മൾ മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ NDRF ടീമിനെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുങ്ങിക്കിടക്കുന്ന രണ്ട് തൊഴിലാളികൾ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത്. അതാണ്. അപ്പോൾ അതിനായി ഈ താഴേക്ക് രക്ഷാപ്രവർത്തകരെ മറ്റേതെങ്കിലും രീതിയിൽ എത്തിക്കാൻ ഇപ്പൊ NDRFന്റെ ഒക്കെ സഹായം അത് പെട്ടെന്ന് ലഭ്യമാകുമോ കലക്ടർ? NDRF ടീം നമ്മളുടേത് ഇവിടെ സ്റ്റേഷൻഡ് ആയിരുന്നു എന്ന് പറയുന്നത്, നമ്മുടെ തിരുവല്ല സ്റ്റേഷൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് പുറപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു എക്സ്പെർട്ടൈസ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടേക്ക് ഇപ്പൊ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ആരെങ്കിലും അത് എത്തിയിട്ടുണ്ടോ, പോയിട്ടുണ്ടോ? അവിടെ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഡെപ്യൂട്ടി കളക്ടർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഞാനും കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. കൂടുതൽ റെസ്ക്യൂ ടീമിനെ അവിടെ എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമോ കലക്ടർ? അതെ 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 അതെ. നന്ദി. ശ്രീ എസ് പ്രേംകൃഷ്ണൻ ഘട്ടത്തിൽ പ്രതികരിച്ചത് ജില്ലാ കളക്ടറാണ്. അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കുന്നു, അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ആ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്.